പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പറയാനുള്ളത് തങ്ങളുടെ ദുരിതപൂർണമായ ജീവിത കഥകളാണ്. പുനലൂർ മാർക്കറ്റിലെത്തിയ ലൈവ് വാർത്തയുടെ ക്യാമറ കണ്ണ് ആദ്യം കടന്നെത്തുന്നത് മത്സ്യവിപണനം നടത്തുന്ന തൊഴിലാളികളുടെ അടുത്തേക്കാണ്. ഇവിടെ ജോലിക്കാരെല്ലാം ഇപ്പൊ ഒരുപാട് പേര് അങ്ങ് പോവാ, ഇവിടെ പറഞ്ഞ അങ്ങ് പോവാ, ആരും ഇല്ല. ഇപ്പൊ 1-2 ചെറിയ മീനുകൾ മാത്രമേ ഉള്ളൂ, അത് വാങ്ങിക്കാനും ആളില്ല. തൊട്ടടുത്തായി ഞങ്ങൾ എത്തുന്നത് മാട്ടിറച്ചി കച്ചവടം ചെയ്യുന്നിടത്തും സ്ലോട്ടർ ഹൗസിലേക്കുമാണ്. ഏതു സമയവും ഇളകി വീഴാവുന്ന ഷെഡുകളിലാണ് ഇവർ മാംസ കച്ചവടം നടത്തുന്നത്. സ്ലോട്ടർ ഹൗസിന്റെ നടുവിലായുള്ള ഓട മലിനജലം നിറഞ്ഞ് കെട്ടിക്കിടക്കുകയാണ്. 1.5 അടിയോളം താഴ്ചയുള്ള ഈ ഓടയിൽ വീണാൽ വീഴുന്നയാൾ തിരിച്ചു വരില്ല. അപകടം സംഭവിച്ചെന്ന് പറഞ്ഞാൽ അപ്പോഴേ മരണം സംഭവിക്കും. അതായത് ഇത് മുനിസിപ്പാലിറ്റിക്കാർ വന്ന് നോക്കിയതാണ്, ഉദ്യോഗസ്ഥന്മാർ വന്ന് ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കിയതാണ്. അവരൊന്ന് നോക്കിയിട്ട് ഒരു ഈസി മട്ടിൽ അവരങ്ങ് പോയി. അത് ഇത് പേടിച്ചാണ് ഞങ്ങൾ ജോലിക്കാരെ കൊണ്ട് ഇവിടെ ജോലി ചെയ്യിപ്പിക്കുന്നത്. രാവിലെ ഇറച്ചിക്കായി എത്തിക്കുന്ന നാൽക്കാലികളെ ഇതുവഴിയാണ് സ്ലോട്ടർ ഹൗസിന് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുമാത്രവുമല്ല, ഇവിടുത്തെ തൊഴിലാളികൾക്ക് വസ്ത്രങ്ങൾ മാറാനും വിശ്രമിക്കുന്നതിനുമായുള്ള മുറിയുടെ അവസ്ഥയും പരിതാപകരം തന്നെയാണ്. അടുത്തതായി ഞങ്ങൾ എത്തുന്നത് ഉണക്കമീൻ കടയിലേക്കാണ്. മേൽക്കൂര പൊട്ടിപ്പൊളിഞ്ഞ് കമ്പികൾ തെളിഞ്ഞു കാണുന്ന അവസ്ഥയിലാണ് ഇവിടം. തങ്ങളുടെ ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നതെന്ന് തൊഴിലാളികളും കച്ചവടക്കാരും പറയുന്നു. ഇവർ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഇവിടുത്തെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലിരുന്നാണ്. അടുത്തതായി ഞങ്ങൾ എത്തുന്നത് പച്ചക്കറി കടകളിലും മറ്റ് കച്ചവടക്കാരുടെയും അടുത്തേക്കായിരുന്നു. മേൽക്കൂര തകർന്ന് ഇടിഞ്ഞു വീഴാമെന്ന നിലയിലും മറ്റൊരു കടയുടെ അകത്തുകൂടി ആൽ വളർന്നു കയറി പുറത്തേക്ക് പന്തലിച്ചു നിൽക്കുകയാണ് ഇവിടെ. ഇതെല്ലാം കഴിഞ്ഞ് ചന്തയുടെ പൂർണ്ണമായ ഭാഗം ക്യാമറയിൽ പകർത്താൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളിലേക്ക് പോകാം. ഇതുപോലെ വൃത്തിഹീനമായി കിടക്കുന്ന ചന്തയ്ക്കുള്ളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും ജീവിത സാഹചര്യങ്ങൾ അധികൃതർ അറിയണം. എല്ലാ വർഷവും മെയ് ദിനം എത്തുമ്പോൾ ജാഥകളും പ്രകടനങ്ങളും നടത്തി തൊഴിലാളി ദിനം ഗംഭീരമാക്കുന്ന എല്ലാ സംഘടനകളും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.